അച്ചുമോൻ സ്പൈഡർമാൻ്റെ കുപ്പായം ഇട്ട് വന്ന് അമ്മേ എനിക്കൊരു തുണി തരുമെന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ചാച്ചൻ മാങ്ങ പറിക്കുന്നുണ്ട്, അച്ചാച്ചൻ്റെ കൂടെ മാങ്ങ പറിക്കാൻ പോകാനാണ്. ഇത് ഞങ്ങളുടെ വീട് മുറ്റത്തെ മാവാണേ, ഇതിന് ഒളോറ് മാങ്ങാന്നാ പറയുക. അപ്പോൾ ചില നാട്ടിൽ കരിക്ക് മാങ്ങാന്നും പറയും. അപ്പോൾ അച്ചാച്ചനും മോനും കൂടി മാങ്ങ പറിക്കാൻ പോവുക. അതെ, മാങ്ങ പറിക്കുന്ന കൊക്ക വല കെട്ടിയിട്ടുമ്പോൾ മാങ്ങ ആ വലയിലേക്കേ വീഴും, താഴത്ത് വീണ് പൊട്ടത്തില്ല. സ്പൈഡർമാൻ പാപ്പനെ കണ്ടപ്പോൾ സ്പൈഡർമാനെ കാണും സ്പീഡിൽ ഓടി പാപ്പൻ്റെ കൂടെ. അവൻ പിന്നെയും തിരിച്ചു വന്ന് തലക്കെട്ടൊക്കെ കെട്ടി മാങ്ങ പറി ഉഷാറാക്കുന്നുണ്ട്. അച്ചാച്ചൻ്റെ കൂടെ കയ്യാളായി എപ്പോൾ ഈ അച്ചുമോനും ഉണ്ടാവേ. അപ്പോൾ അതെ അച്ചാച്ചനോട് അങ്ങനെ പറിക്കേണ്ട, ഇങ്ങനെ പറിക്കുക അച്ചാച്ചാന്നും പറഞ്ഞു പോകുന്നുണ്ട്. റോഡിൻ്റെ അപ്പുറത്ത് നിന്നാൽ നല്ല രീതിയിൽ മാങ്ങ കാണാൻ പറ്റും എവിടെയാണുള്ളതെന്ന്. അപ്പോൾ അച്ചുമോൻ വലയെന്ന് എടുത്ത് ബക്കറ്റിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ റോഡ് കൂടി വാഹനം അങ്ങൊന്നും ഇങ്ങൊന്നും വരുന്നുണ്ടോ എന്ന് നോക്കി അച്ചുമോന് റോഡ് കടന്ന് ഇപ്പുറത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് മാങ്ങ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ മാങ്ങ പറിക്കുന്നുണ്ട്. അച്ചാച്ചൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ കൂടി, പിന്നെ അവരായി ബഹളായി. ഞാൻ വിളിക്കുന്നുണ്ടേ സ്പൈഡർമാൻ പക്ഷെ നോക്കുന്നില്ല. ഒരു മാങ്ങ കണ്ണിയോടെ കിട്ടിയ സന്തോഷത്തിലായിരുന്നേ അച്ചുമോൻ. പിന്നെ ആ 2 മാങ്ങയും കൂടി ഒരു കണ്ണിൽ നിന്നപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അതെ, അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ. അങ്ങനെ ഞാനത് കൊണ്ടുപോയി ബക്കറ്റിലിട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയ മാങ്ങ ഇത്രയാണേ. ഞാൻ ആ മാങ്ങ മുഴുവൻ ലച്ചുമോക്ക് കാണിച്ചു കൊടുത്തു. ലച്ചുമോനും അതിനേക്കാൾ വലിയ സന്തോഷത്തിലാണേ. അപ്പോൾ അവൾക്ക് ആ കണ്ണി മാങ്ങ ഒന്ന് പിടിക്കണമെന്നുണ്ട്, പക്ഷെ അവൾക്കത് പൊക്കാൻ പറ്റുന്നില്ലേ. ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മാങ്ങ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ആ മാങ്ങ കിട്ടിയ ഒരു ആകാംക്ഷയും സന്തോഷമൊക്കെ ലച്ചുമോളെ മുഖത്തും കണ്ണിലും കാണാവേ. നോക്കിക്കേ, കണ്ട മാങ്ങ പറയും കഴിഞ്ഞ് അച്ചാച്ചൻ തോട്ടിയും കൊണ്ടുപോയി സ്പൈഡർമാൻ തലയൊക്കെ